നമ്മൾ ഇന്നലെ കേട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു എറണാകുളത്ത് ചേന്നമംഗലം കൂട്ടക്കൊലപാതക കേസ് പ്രതി ഋതു ജയന്റെ വീട് നാട്ടുകാർ ആക്രമിച്ചു എന്നത്. ആ കേസിൽ ഇപ്പോൾ 2 പേർ കസ്റ്റഡിയിലാണ്. ഭരണിമുക്ക് സ്വദേശികളായ ഗോവിന്ദ്, ജിബിൻ എന്നിവരാണ് പിടിയിലായത്. ഋതുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് ഇന്ന് പറവൂർ കോടതിയിൽ അപേക്ഷ നൽകുന്നുണ്ട്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, 2 പേർ പിടിയിലായി എന്ന വിവരങ്ങൾ വരുന്നു. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഈ പിടികൂടിയവരുടെ പശ്ചാത്തലം എന്താണ്? പോലീസ് ഈ കേസിൽ എടുക്കുന്ന അടുത്ത സ്റ്റെപ്പ് എന്താണ്? ശ്രീജ, ഇന്നലെ വൈകുന്നേരം ഒരു 6 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ആദ്യം കിട്ടുന്ന വിവരം അനുസരിച്ച് നാട്ടുകാരാണ് ഈ വീട്ടിലെ അതിക്രമം നടത്തി അല്ലെങ്കിൽ വീട് തല്ലി തകർക്കാൻ ശ്രമിച്ചതെന്നായിരുന്നു. പക്ഷെ പിന്നീട് പോലീസുമായി ബന്ധപ്പെടുമ്പോഴാണ് നാട്ടുകാരല്ല, ഇത് ഋതുവിന്റെയും ഇപ്പോൾ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ജിതിന്റെയും സുഹൃത്തുക്കളാണ് ഈ വീട് തല്ലി തകർത്തത്. നമുക്ക് കാണാം, വീട്ടിന്റെ ഫ്രണ്ടിലെ ഈ വരാന്തയിലെ ടൈലൊക്കെ നല്ല രീതിയിൽ അടിച്ച് തകർത്തിട്ടുണ്ട്. അത് ഇരുമ്പ് കമ്പി ഉപയോഗിച്ചാണ് അടിച്ച് തകർത്തത്. ഒപ്പം വീടിന്റെ ചില്ലകൾ, ജനൽ ചില്ലയൊക്കെ നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട്. വീട്ടിൽ കിടന്ന കസേര, അങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ ആളുണ്ടായിരുന്നില്ല. ഇവർ ആ സംഭവം നടന്ന അന്ന് തന്നെ ഋതുവിന്റെ മാതാപിതാക്കളെ ബന്ധുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ വീട്ടിൽ ആളില്ലാത്ത സമയത്തായിരുന്നു സുഹൃത്തുക്കൾ എത്തി ഇവിടെ വീടിന്റെ ജനൽ ചില്ലകളടക്കം അടിച്ചു തകർത്തിരിക്കുന്നത്. ഇവർ അകത്തേക്ക് കയറാൻ ശ്രമിച്ചുവെങ്കിൽ ആ സമയത്ത് തന്നെ നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ച് പോലീസ് എത്തി 2 പേരെയും കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യമായിരുന്നു. ഇതിൽ അറസ്റ്റിലായ ഒരാൾ ഋതുവിന്റെ സുഹൃത്തും മറ്റൊരാൾ ജിതിന്റെ സുഹൃത്തുമാണ്. നമുക്ക് ഊഹിക്കാം, ഒരു വൈകാരികമായിട്ടുള്ള പ്രതികരണം തന്നെയായിരിക്കും. ഇപ്പോൾ നമുക്ക് കാണാം, ഈ ജനൽ ചില്ലകളൊക്കെ അടിച്ച് തകർത്തിരിക്കുന്ന നിലയിലാണ്. വീട്ടിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചു, പക്ഷെ അത് പോലീസ് ഇടപെട്ട് തന്നെ ഇരുവരെയും പിടികൂടുകയായിരുന്നു. നാട്ടുകാർക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. പക്ഷെ ഇത് വീടടിച്ച് തകർക്കുക എന്നൊക്കെ പിന്നീട് പോലീസ് കേസ് ആയതുകൊണ്ടൊക്കെ നാട്ടുകാർ ഒരുവിധം അവരുടെ ഒരു വിഷമം അടക്കിപ്പിടിച്ച് നിൽക്കുകയാണ്. അതിനിടയിലാണ് സുഹൃത്തുക്കൾ വന്ന് വീട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നായിരിക്കും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകുക. ഇന്ന് പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും അപേക്ഷ നൽകുക. പക്ഷെ അപ്പോഴും തെളിവെടുപ്പ് എന്നുള്ളൊരു കാര്യം, അത് ഋതുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിൽ ചില സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. കാരണം നാട്ടുകാരൊക്കെ ഇടപെടാനുള്ളൊരു സാഹചര്യമുണ്ട്. ഋതുവിനെതിരെ ആക്രമണം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നമ്മൾ കോടതിയിൽ അന്ന് റിമാൻഡിലാകുന്നതിന് മുൻപ് കോടതിയിൽ ഹാജരാക്കുന്ന സമയത്തുമൊക്കെ ഋതുവിന് നേരെ വലിയ രീതിയിലൊരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അതിവിടെയും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ തെളിവെടുപ്പൊക്കെ വളരെ രഹസ്യമായി നടത്താനാണ് സാധ്യത. ഇതാണ് ഋതുവിന്റെ വീട്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് മരിച്ച വേണു, ഉഷ, ഒപ്പം ആശുപത്രിയിൽ കഴിയുന്ന ജിതിന്റെ ഭാര്യയും ഒക്കെ താമസിച്ച വീട് ഇവിടെയാണ്. ഇവിടെയും അടഞ്ഞു കിടക്കുകയാണ്. വളരെ വൈകാരികമായി തന്നെയാണ് ഇപ്പോഴും നാട്ടുകാർ പലരും അതിന്റെ ഒരു ആഘാതത്തിൽ നിന്ന്, അന്ന് നടന്ന സംഭവത്തിന്റെ ആഘാതത്തിൽ നിന്നും ഇപ്പോഴും മുക്തരായിട്ടില്ല. അടുത്തുള്ള പല വീട്ടുകളിൽ നിന്നുള്ള ആളുകളൊക്കെ വീട് പൂട്ടി ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോയി. പലരും പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. കാരണം അത്രമാത്രം ദാരുണമായൊരു സംഭവമാണ്. ഒരു വീട്ടിൽ കയറി 3 പേരെ അടിച്ചു കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പോലും നാട്ടുകാർക്കൊന്നും അത് വളരെ ഒരു ആഘാതത്തിൽ നിന്ന് അവരിപ്പോഴും മുക്തരായിട്ടില്ല. ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ ഈ വീട് അനാഥമായിരിക്കുന്നു. ഈ വീട്ടിൽ കുട്ടികളുടെ ചെരുപ്പൊക്കെ പുറത്ത് കിടക്കുന്നത് കാണാം. ഒപ്പം ഇവിടെ ഒരു നായ്ക്കുട്ടിയുണ്ട്, അതൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഈ വീട് കാണുമ്പോൾ തന്നെ നമുക്കും വൈകാരികമായി ഏറെ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കുട്ടികളുടെ ചെരുപ്പ്, ഇവരുടെ വസ്ത്രങ്ങൾ, ഇതെല്ലാം ഇവിടെ കിടപ്പുണ്ട്. പോലീസ് എന്തായാലും ഈ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ ഈ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇനി തെളിവെടുപ്പ് അടക്കം നടത്തേണ്ടതുണ്ട്. ഇവരുടെ കുട്ടികൾ, ജിതിന്റെ കുട്ടികൾ, ബന്ധുവിന്റെ, ഈ മരിച്ച വേണുവിന്റെ മകൾ, 2ാമത്തെ മകളുടെ വീട്ടിലാണ് ഇപ്പോൾ ആ കുട്ടികളും ഉള്ളത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും പി രാജീവും അടക്കമുള്ളവരൊക്കെ അവിടെ എത്തും. അവർക്കൊക്കെ വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒപ്പം ഇവരുടെ കുട്ടികളുടെ അച്ഛൻ ജിതിൻ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ്. ഒരു സർജറി കഴിഞ്ഞു. എയിംസ് ആശുപത്രിയിലാണ്, ആസ്റ്റർ ആശുപത്രിയിലാണ് ഇപ്പോഴും ചികിത്സ തുടരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സുമനസ്സുകളുടെ സഹായവും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും തേടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു കുടുംബം തന്നെ നശിക്കുന്ന, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് തന്നെ തീരാവേദനയായി മാറുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ക്രൂരനായിട്ടുള്ള, കൊടും കുറ്റവാളിയായിട്ടുള്ള, ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഋതുവിന്റെ ഈ ഒരു പ്രവൃത്തി കാരണം സംഭവിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഇന്നലെ ഋതുവിന്റെയും ജിതിന്റെയും സുഹൃത്തുക്കൾ എത്തി ഈ വീട് അടിച്ചു തകർത്തിരിക്കുന്നത്. ജനൽ ചില്ലകളടക്കം അടിച്ചു തകർത്തു. ഇവരെ 2 പേരെയും വടക്കേക്കര പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നവമിയാണ് വിവരങ്ങൾ നൽകിയത്.
നാട്ടുകാരൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. പക്ഷേ നാട്ടുകാരൊന്നും ഇങ്ങനൊരു കടും പ്രവൃത്തിയിലേക്ക് തിരിയാത്തത് തുടർന്നുള്ള നിയമ നടപടികൾ പേടിച്ചാണ്. അപ്പോഴാണ് ഈ കേസിൽ ഇപ്പോൾ പ്രതിയായിട്ടുള്ള ഋതുവിൻ്റെയും ഒപ്പം ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ജിത്തിൻ്റെയും സുഹൃത്തുക്കൾ എത്തി വീട് തകർത്തത്.